critical difference CD or least significant difference LSD in ANOVA. Critical difference method help us to find out which pair of means are significantly different when we reject the null hypothesis in an ANOVA. അപ്പോൾ നമ്മളൊരു അനോവ പെർഫോം ചെയ്യുമ്പോൾ നമ്മളതിൻ്റെ നൾ ഹൈപ്പോത്തസിസ് ആയിട്ട് എഴുതുന്നത് H0. ഇപ്പം വൺ വേ അനോവയാണെന്ന് വെച്ചാൽ നമ്മൾ എഴുതും ട്രീറ്റ്മെൻറ്റ് മീൻസ് ആർ ഈക്വൽ. മീനുകൾ തുല്യമാണ് എന്നാണ് നമ്മൾ H0 ആയിട്ട് എഴുതുന്നത്. ട്രീറ്റ്മെൻറ്റ് മീൻസ് ആർ ഈക്വൽ എന്നാണ് നമ്മൾ എഴുതുക. അല്ലെങ്കിൽ നമ്മളിങ്ങനെ എഴുതും. ഇപ്പോൾ നമുക്ക് K ട്രീറ്റ്മെൻറ്റുകളാണെങ്കിൽ ട്രീറ്റ്മെൻറ്റ് മീനുകൾ നമ്മൾ μ1 μ2 എക്സെട്ര μk എന്ന് റെപ്രസെൻറ്റ് ചെയ്താൽ H0, μ1 ഇസ് ഈക്വൽ ടു μ2 ഇസ് ഈക്വൽ ടു μ3 ഇസ് ഈക്വൽ ടു എക്സെട്ര ഇസ് ഈക്വൽ ടു μk എന്നുള്ള രീതിയിൽ നമ്മൾ നൾ ഹൈപ്പോത്തസിസിനെ എഴുതും. ആൻഡ് ഇത് റിജക്റ്റ് ചെയ്താൽ എഴുതുന്ന ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് ഇസ് ദ ട്രീറ്റ്മെൻറ്റ് മീൻസ് ആർ നോട്ട് ഈക്വൽ എന്നുള്ള ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് ആണ്. ഇത് റിജക്റ്റ് ചെയ്താൽ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇങ്ങനൊരു അനോവ നമ്മൾ പെർഫോം ചെയ്തു. എന്നിട്ടൊരു അനോവ പെർഫോം ചെയ്തിട്ട് അപ്പോൾ നമ്മളിത് റിജക്റ്റ് ചെയ്തു എന്ന് വിചാരിക്കുക. ആ ഒരു കൺക്ലൂഷനിലേക്കാണ് നമ്മൾ എത്തിയതെങ്കിൽ നമ്മൾ H0നെ റിജക്റ്റ് ചെയ്തു. ദാറ്റ് മീൻസ് ദ ട്രീറ്റ്മെൻറ്റ് മീൻസ് ആർ നോട്ട് ഈക്വൽ. അപ്പോൾ ട്രീറ്റ്മെൻറ്റ് മീനുകൾ ഈക്വൽ അല്ലെങ്കിൽ നമ്മൾ അറിയണം ഏത് പെയർ ഓഫ് മീനുകളാണ് സിഗ്നിഫിക്കൻ്റ് ആയിട്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ളത്. അതായത് ചിലപ്പം ട്രീറ്റ്മെൻറ്റ് മീൻസ് ആർ നോട്ട് ഈക്വൽ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഏത് പെയർ ചിലപ്പോൾ μ1ഉം μ2ഉം തുല്യമല്ലാതെ ഉണ്ടാവും. ഇത് സിഗ്നിഫിക്കൻ്റ്ലി ഡിഫറെൻ്റ് ആയിരിക്കും. അല്ലെങ്കിൽ ചിലപ്പം μ2ഉം μ4 ആയിരിക്കും ഡിഫറെൻ്റ് ആയിട്ടുണ്ടാവുക. അപ്പോൾ ഈ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് ഡിഫറെൻ്റ് ആയിട്ട് വരുന്ന ട്രീറ്റ്മെൻറ്റ് മീനുകൾ ഏതൊക്കെയാണ് അല്ലെങ്കിൽ ഏതൊക്കെ പെയേഴ്സാണ് എന്നാണ് നമ്മൾ ക്രിട്ടിക്കൽ ഡിഫറൻസ് മെത്തേഡിലൂടെ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ക്രിട്ടിക്കൽ ഡിഫറൻസ് മെത്തേഡിന് നമ്മൾ ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് എന്ന പേര് കൂടി പറയും. അതായത് അല്ലെങ്കിൽ ആ ടെസ്റ്റിനെ നമ്മൾ പറയുന്നത് ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ടെസ്റ്റ്, LST ടെസ്റ്റ് എന്നാണ് നമ്മൾ ആ ടെസ്റ്റുകളെ പറയുന്ന പേര്. അപ്പോൾ ഈ ടെസ്റ്റുകളെല്ലാം നമ്മൾ ചെയ്യുന്നത് ആഫ്റ്റർ പെർഫോമിങ് ദ അനോവയാണ്. അതായത് അനോവ എന്ന് പറയുന്ന പ്രൊസീജിയർ പെർഫോം ചെയ്ത് കഴിഞ്ഞ ശേഷമാണ് നമ്മൾ ഏത് പെയറാണ് സിഗ്നിഫിക്കൻ്റ്ലി ഡിഫറെൻ്റ് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള ടെസ്റ്റ് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം ടെസ്റ്റുകളെ നമ്മൾ പോസ്റ്റ് ഹോക്ക് ടെസ്റ്റ് എന്നാണ് പറയുന്നത്. പോസ്റ്റ് ഹോക്ക് ടെസ്റ്റ്, അതായത് പോസ്റ്റ് ഹോക്ക് എന്ന് പറഞ്ഞാൽ ആഫ്റ്റർ ദാറ്റ് എന്നാണ് മീനിങ്. ആഫ്റ്റർ പെർഫോമിങ് ദ അനോവ നമ്മൾ എന്ത് ടെസ്റ്റ് ചെയ്യുന്നു? വിച്ച് പെയർ ഓഫ് മീൻസ് ആർ സിഗ്നിഫിക്കൻ്റ്ലി ഡിഫറെൻ്റ് എന്നാണ് ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് ക്രിട്ടിക്കൽ ഡിഫറൻസ് വൺ വേ അനോവയുടെ കേസിൽ എങ്ങനെയാണ് കണ്ടുപിടിക്കുക നോക്കാം. അപ്പോൾ ക്രിട്ടിക്കൽ ഡിഫറൻസ് കാണാനുള്ള ഫോർമുലയാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ith ആൻഡ് jth ട്രീറ്റ്മെൻറ്റ് ഒരു പെയേഴ്സായിട്ടാണല്ലോ നമ്മൾ ക്രിട്ടിക്കൽ ഡിഫറൻസ് കാണാൻ പോകുന്നത്. അപ്പോൾ ith ട്രീറ്റ്മെൻറ്റും jth ട്രീറ്റ്മെൻറ്റും തമ്മിലുള്ള ക്രിട്ടിക്കൽ ഡിഫറൻസ് കാണുക എന്ന് പറഞ്ഞാൽ നമ്മൾ കാണാൻ പോകുന്ന ഫോർമുല റൂട്ട് ഓഫ് MSE എന്ന് പറഞ്ഞാൽ മീൻ സം ഓഫ് സ്ക്വയേഴ്സ് ഡ്യൂ ടു ഇറേഴ്സ് ഇൻറ്റു 1/ni പ്ലസ് 1/nj. NI എന്ന് പറഞ്ഞാൽ ith ട്രീറ്റ്മെൻറ്റിലുള്ള ഒബ്സർവേഷനുകളുടെ എണ്ണമാണ്. ആൻഡ് NJ എന്ന് പറഞ്ഞാൽ jth ട്രീറ്റ്മെൻറ്റിൽ വരുന്ന ഒബ്സർവേഷനുകളുടെ എണ്ണമാണ്. അപ്പം 1/ni പ്ലസ് 1/nj ചെയ്യും ഇൻറ്റു Tn-k. ടി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്റ്റുഡൻസ് ടി ടേബിളിൽ 2 tailed ടേബിളിൽ നമ്മൾ ആൽഫ സിഗ്നിഫിക്കൻസ് ലെവലിനും നമ്മൾ ഇറർ ഡിഗ്രി ഓഫ് ഫ്രീഡം, അതായത് വൺ വേ അനോവയിൽ ഇററിൻ്റെ ഡിഗ്രി ഓഫ് ഫ്രീഡമാണ് N-k. ഇറർ ഡിഗ്രി ഓഫ് ഫ്രീഡമാണ് N-k. N എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് ആണ്. K എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ട്രീറ്റ്മെൻറ്റ്സ് ആണ്. അപ്പോൾ N-k എന്ന് പറയുന്നതാണ് അതിൻ്റെ ഇറർ ഡിഗ്രി ഓഫ് ഫ്രീഡം. അപ്പോൾ ആ ഡിഗ്രി ഓഫ് ഫ്രീഡത്തിൽ നമ്മൾ സ്റ്റുഡൻസ് ടി ടേബിളിൽ ആൽഫ പെർസെൻറ്റേജ് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസിൽ കണ്ടുപിടിക്കുന്ന ടേബിൾ വാല്യൂ ആണ് ഈ ടി എന്ന് പറയുന്നത്. അപ്പോൾ ഇവരെ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന വാല്യൂവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്രിട്ടിക്കൽ ഡിഫറൻസ് ബിറ്റ്വീൻ ith ആൻഡ് jth ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇഫ് ദ ആബ്സല്യൂട്ട് വാല്യൂ ഓഫ് ദ ഡിഫറൻസ് ഓഫ് ദ മീൻസ് ദറ്റ് ഈസ് മോഡുലസ് ഓഫ് xi bar മൈനസ് xj bar ഇസ് ഗ്രേറ്റർ ദാൻ ദ ക്രിട്ടിക്കൽ വാല്യൂ then the treatment means μi and μj are significantly different. നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ക്രിട്ടിക്കൽ ഡിഫറൻസിൻ്റെ വാല്യൂ കണ്ട ശേഷം നമ്മൾ xi bar, അതായത് xiയുടെ വാല്യൂസ് തന്നിട്ടുണ്ടാവില്ല, അത് ith ട്രീറ്റ്മെൻറ്റിൻ്റെ വാല്യൂസ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടോ, അവരുടെ മീൻ കണ്ടുപിടിക്കുക. ആൻഡ് xj bar jth ട്രീറ്റ്മെൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂസ് തന്നിട്ടുണ്ടാവും, അതിൻ്റെ മീൻ കണ്ടുപിടിക്കുക. അവരുടെ ഡിഫറൻസ്
വെറും ഡിഫറൻസ് അല്ല, ആബ്സല്യൂട്ട് ഡിഫറൻസ് ആണ് കാണുന്നത്. അതായത് നമുക്ക് സൈന് അതിൻ്റെ പ്രശ്നമല്ല, അതിൻ്റെ വാല്യൂ മാത്രം നമ്മൾ നോക്കിയാൽ മതി. ആ വാല്യൂ ക്രിട്ടിക്കൽ ഡിഫറൻസിൻ്റെ വാല്യൂവിനെക്കാട്ടും കൂടുതലായിട്ട് വരികയാണെങ്കിൽ നമുക്ക് പറയാം ദ ട്രീറ്റ്മെൻറ്റ് മീൻസ് മ്യൂ ഐ ആൻഡ് മ്യൂ ജെ ആർ സിഗ്നിഫിക്കൻ്റ്ലി ഡിഫറെൻ്റ് എന്ന് പറയും. അപ്പോൾ നമ്മൾ 1ഉം 2 ആണ് ചെക്ക് ചെയ്യുന്നതെങ്കിൽ നമ്മളിപ്പം x1 ബാർ മൈനസ് x2 ബാർ ഇസ് ഗ്രേറ്റർ ദാൻ ദയർ ക്രിട്ടിക്കൽ ഡിഫറൻസ് കിട്ടിയാൽ നമുക്ക് പറയാം മ്യൂ1 ആൻഡ് മ്യൂ2 ആർ സിഗ്നിഫിക്കൻ്റ്ലി ഡിഫറെൻറ്റ്. ഇങ്ങനെ നമ്മൾ ഈ ചെക്ക് നമ്മൾ എല്ലാ പെയർ ഓഫ് ട്രീറ്റ്മെൻറ്റുകൾക്കും നമ്മൾ ചെയ്ത് നോക്കും. എന്നിട്ടാണ് നമ്മൾ ക്രിട്ടിക്കൽ ഡിഫറൻസ് മെത്തേഡ് കൊണ്ട് ആരൊക്കെയാണ്, ഏതൊക്കെ പെയേഴ്സാണ് സിഗ്നിഫിക്കൻ്റ്ലി ഡിഫറെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു അനോവ പെർഫോം ചെയ്യാം. ഈ അനോവ പെർഫോം ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കതിൽ ക്രിട്ടിക്കൽ ഡിഫറൻസ് കൂടി കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്കിവിടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ നോക്കാം. ടൈം ടേക്കൺ ഇൻ സെക്കൻഡ് ബൈ 3 ഡിഫറെൻറ്റ് പാക്കിംഗ് മെഷീൻസ് ആർ ഗിവൺ ബിലോ. അപ്പോൾ ഇവിടെ മെഷീൻസും ടൈം ടേക്കൺ ഇൻ സെക്കൻഡ് പാക്കേജിങ് ടൈമുകളാണ് തന്നിരിക്കുന്നത്. അപ്പോൾ എ എന്ന് പറഞ്ഞ മെഷീൻ എടുക്കുന്ന പാക്കേജിങ് ടൈമുകൾ 4, 3, 5 and 4. ബി എടുക്കുന്നത് 3, 4, 4. സി എടുക്കുന്നത് 6, 8, 8, 5 and 7. ടെസ്റ്റ് വെദർ ദ മെഷീൻസ് ആർ ഈക്വലി എഫിഷ്യൻറ്റ്. ആൻഡ് നമ്മൾ എക്സ്ട്രാ ആയിട്ട് നമ്മൾ പറയുന്നു വി ആർ ഓൾസോ കാൽക്കുലേറ്റിംഗ് ദ ക്രിട്ടിക്കൽ ഡിഫറൻസ്. ക്രിട്ടിക്കൽ ഡിഫറൻസ് കണ്ടുപിടിക്കാനും കൂടി പോകുന്നുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ അനോവയാണ് പെർഫോം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അനോവ പെർഫോം ചെയ്യുമ്പം നമ്മൾ ആദ്യം പറയുന്നു H0 നമ്മൾ പറയണം. H0 ദ ട്രീറ്റ്മെൻറ്റ് മീൻസ് ആർ ഈക്വൽ. അല്ലെങ്കിൽ ഇവിടെ ട്രീറ്റ്മെൻറ്റുകൾ എന്ന് പറഞ്ഞാൽ മെഷീൻസാണ് അവിടെ തന്നിരിക്കുന്നത്, പാക്കേജിങ് ടൈമുകളാണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം, മീൻ പാക്കേജിങ് ടൈംസ്, മീൻ പാക്കേജിങ് ടൈംസ് ആർ ഈക്വൽ ഓഫ് ഡിഫറെൻറ്റ് മെഷീൻസ്. ടൈംസ് ആർ ഈക്വൽ എന്നാണ് നമ്മളിവിടെ പറയുന്നത്. എഗെയിൻസ്റ്റ് അല്ലെങ്കിൽ നമുക്കതിനെ 3 എണ്ണമല്ല, അപ്പോൾ നമുക്ക് ഇങ്ങനെയും കാണിച്ചാൽ പറയാം മ്യൂ1 ഇസ് ഈക്വൽ ടു മ്യൂ2 ഇസ് ഈക്വൽ ടു മ്യൂ3 എന്ന് പറയാം. എഗെയിൻസ്റ്റ് H1 ദ മീൻസ് ആർ നോട്ട് ഈക്വൽ. മീൻ പാക്കേജിങ് ടൈംസ് ആർ നോട്ട് ഈക്വൽ. പാക്കേജിങ് ടൈം എന്നാണ് നോട്ട് ഈക്വൽ എന്ന് നമുക്ക് പറയാം അല്ലേ. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ആൾഫ ഫിക്സ് ചെയ്യലാണ്. അപ്പോൾ ആൾഫ ഇസ് ഈക്വൽ ടു നമുക്ക് 5% എന്ന ആൾഫ ഫിക്സ് ചെയ്യാം. ഇനി നമുക്ക് ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ആ കാൽക്കുലേഷന് വേണ്ടിയിട്ട് നമുക്ക് ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റ് സമ്മുകൾ ആദ്യം കണ്ടുപിടിക്കാം. അപ്പോൾ ഞാനിവിടെ ട്രീറ്റ്മെൻറ്റ് സമ്മുകളാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ ട്രീറ്റ്മെൻറ്റ് സമ്മുകൾ ഓരോ ട്രീറ്റ്മെൻറ്റിൻ്റെയും സമ്മ് എടുത്തിട്ട് എഴുതുകയാണ്. അപ്പോൾ ഫസ്റ്റ് എയുടെ സമ്മിന് നമുക്ക് T1 എന്ന് കൊടുക്കാം. അപ്പോൾ ഇവിടെ എനിക്ക് T1 കിട്ടിയിരിക്കുന്നത് ട്രീറ്റ്മെൻറ്റ് സം T1 ഇസ് ഈക്വൽ ടു 60. T2 അതായത് ബി എന്ന് പറഞ്ഞ മെഷീൻ്റെ സമ്മ് കിട്ടിയിരിക്കുന്നത് 11 ആണ്. ദെൻ T3 സീൻ്റെ സമ്മുകൾ വാല്യൂസൊക്കെ ആഡ് ചെയ്ത് കിട്ടിയിരിക്കുന്നത് 34 ആണ്. അപ്പോൾ നമ്മളിത് ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചു. നമ്മളെ കാൽക്കുലേഷൻ ആവശ്യമുണ്ട്, ഓരോ ട്രീറ്റ്മെൻറ്റുകളുടെ സമ്മുകളും നമുക്ക് ആവശ്യമുണ്ട്. പിന്നെ നമുക്കിവിടെ എക്സ്ട്രാ ആയിട്ട് നമുക്ക് അവരുടെ മീനുകൾ കൂടി കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഒരു കാര്യം കൂടി എക്സ്ട്രാ ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്, അത് ട്രീറ്റ്മെൻറ്റ് മീൻസാണ്. അപ്പോൾ ഇവിടെ ട്രീറ്റ്മെൻറ്റ് മീനുകൾ എന്ന് പറഞ്ഞാൽ ട്രീറ്റ്മെൻറ്റ് സമ്മിനെ അതിലത്തെ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഇവിടെ ഓരോ സെറ്റിൻ്റെയും നമ്പർ എന്ന് പറഞ്ഞാൽ ഇവിടെ ഫസ്റ്റ് എ ആണുള്ളത് അല്ലേ. അപ്പോൾ എ എന്ന് പറഞ്ഞ ഒബ്സർവേഷനിൽ N1 നമ്പർ ഓഫ് വാല്യൂസ് ഇവിടെ 4 വാല്യൂസാണുള്ളത്. അപ്പോൾ N1 ഇസ് ഈക്വൽ ടു 4. അതുമാതിരി N2 രണ്ടാമത്തതിൽ 3 ഒബ്സർവേഷൻസ് ആണുള്ളത്. ആൻഡ് നാലാമത്തത് N3 ഇസ് ഈക്വൽ ടു 5 എന്നുണ്ട്. അപ്പോൾ ട്രീറ്റ്മെൻറ്റ് മീനുകൾ എന്ന് പറഞ്ഞാൽ ട്രീറ്റ്മെൻറ്റ് മീൻസ് എന്ന് പറഞ്ഞാൽ ഈ ടോട്ടലിനെ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അതായത് 16 ഡിവൈഡഡ് ബൈ 4 ടോട്ടൽ ബൈ നമ്പർ ദറ്റ് ഈസ് മീൻ. അപ്പോൾ നമുക്ക് കിട്ടുന്നത് ആദ്യം കിട്ടുന്നത് x1 ബാർ ആണ്. x1 ബാർ ഇസ് ഈക്വൽ ടു 4 എന്നാണ് കിട്ടുന്നത്. അതായത് 16 ഡിവൈഡ് ബൈ 4. നൗ x2 ബാർ ഇസ് ഈക്വൽ ടു 11 ഡിവൈഡഡ് ബൈ 3 ആണ്. 11 ഡിവൈഡഡ് ബൈ 3 ഈസ് 3.67. ദെൻ x3 ബാർ ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണത്. x3 ബാർ ഇസ് ഈക്വൽ ടു 34 ഡിവൈഡഡ് ബൈ 5 വിച്ച് ഈസ് 6.8. അപ്പോൾ ഇത്തരം വാല്യൂസ് നമ്മൾ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചു. അത് നമ്മുടെ കാൽക്കുലേഷന് ആവശ്യമുള്ളതാണ്. പിന്നെ നമുക്ക് ഒരു കാര്യം കൂടി കാൽക്കുലേറ്റ് ചെയ്യണം, ഗ്രാൻഡ് ടോട്ടൽ G. എല്ലാ ഒബ്സർവേഷൻ്റെയും സമ്മ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവരെല്ലാവരും കൂടി കൂട്ടുമ്പം ഗ്രാൻഡ് ടോട്ടൽ G ഇസ് ഈക്വൽ ടു 61 എന്നാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മളെ കാൽക്കുലേഷൻസ് നടത്താൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ആദ്യം
നമുക്ക് ഗ്രാൻഡ് ടോട്ടൽ ജി എടുത്തിട്ട് എഴുതാം. ദാറ്റ് ഈസ് സം ഓഫ് ഓൾ ഒബ്സർവേഷൻസ് വിച്ച് ഇസ് 61. ആൻഡ് ഇവിടെ നമുക്കറിയാം ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് എൻ ഇസ് ഈക്വൽ ടു, നമ്മുടെ ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റയിൽ നമുക്ക് ആകെ 12 ഒബ്സർവേഷൻസ് ആണുള്ളത്. അപ്പോൾ എൻ ഇസ് ഈക്വൽ ടു 12 എന്ന് എഴുതാം. ആൻഡ് ദർ ആർ കെ എന്ന് പറഞ്ഞാൽ കെ ട്രീറ്റ്മെൻറ്റ്സ് ആണ്. ഇവിടെ 3 ട്രീറ്റ്മെൻറ്റ്സ് ആണുള്ളത്. അതായത് കെ ഇസ് ഈക്വൽ ടു 3 ആണ്. അപ്പോൾ അത് നമുക്ക് ആദ്യം ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. എൻ ഇസ് ഈക്വൽ ടു 12 ആൻഡ് കെ ഇസ് ഈക്വൽ ടു 3. അപ്പം ഗ്രാൻഡ് ടോട്ടൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ കറക്ഷൻ ഫാക്ടർ കാൽക്കുലേറ്റ് ചെയ്യുന്നു. വാട്ട് ഈസ് കറക്ഷൻ ഫാക്ടർ? കറക്ഷൻ ഫാക്ടർ ഈസ് ജി സ്ക്വയർ ഡിവൈഡഡ് ബൈ എൻ. ദാറ്റ് ഈസ് ഈക്വൽ ടു 61 സ്ക്വയർ ഡിവൈഡഡ് ബൈ 12 ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു 310.08 എന്നാണ് കിട്ടുന്നത്. ഇപ്പോൾ കറക്ഷൻ ഫാക്ടർ കിട്ടിക്കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മളുടെ സം ഓഫ് സ്ക്വയേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യലാണ്. അപ്പോൾ സം ഓഫ് സ്ക്വയറിൽ ആദ്യം കാണുന്നത് ടോട്ടൽ സം ഓഫ് സ്ക്വയർ, TSS കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ടോട്ടൽ സം ഓഫ് സ്ക്വയർ ആണ്. അപ്പോൾ ടോട്ടൽ സം ഓഫ് സ്ക്വയർ ഇസ് ഈക്വൽ ടു സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ഓൾ ഒബ്സർവേഷൻസ്, എല്ലാ ഒബ്സർവേഷനെയും സ്ക്വയർ ചെയ്തിട്ട് കൂട്ടുക, മൈനസ് കറക്ഷൻ ഫാക്ട്. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന എല്ലാ ഒബ്സർവേഷനും 4 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ പ്ലസ് 5 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ അങ്ങനെ എല്ലാ ഒബ്സർവേഷനെയും സ്ക്വയർ ചെയ്തിട്ട് കൂട്ടുക, മൈനസ് കറക്ഷൻ ഫാക്ടറാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് കിട്ടുന്നത് സം ഓഫ് സ്ക്വയർ 345 മൈനസ് കറക്ഷൻ ഫാക്ടർ ഈസ് 310.08. സോ ദ ആൻസർ ഈസ് 34.92. ഇതാണ് നമ്മളുടെ ടോട്ടൽ സം ഓഫ് സ്ക്വയർ കിട്ടിയിരിക്കുന്നത്. അടുത്തത് സം ഓഫ് സ്ക്വയേഴ്സ് ഡ്യൂ ടു ട്രീറ്റ്മെൻറ്റ്സ്, SST. സം ഓഫ് സ്ക്വയർ ഡ്യൂ ടു ട്രീറ്റ്മെൻറ്റിനെയാണ് ഞാൻ SST കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവർ ഓരോ ട്രീറ്റ്മെൻറ്റിൻ്റെയും സം T1 സ്ക്വയർ ബൈ N1 ചെയ്യണം, പ്ലസ് T2 സ്ക്വയർ ബൈ N2 ചെയ്യണം, പ്ലസ് T3 സ്ക്വയർ ഡിവൈഡഡ് ബൈ N3 എന്ന് ചെയ്യണം, മൈനസ് കറക്ഷൻ ഫാക്ട്. ഇതാണ് നമുക്ക് ചെയ്യേണ്ടത്. ദറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് കിട്ടിയ T1 എന്ന് പറഞ്ഞാൽ 16 ആയിരുന്നു. 16 സ്ക്വയർ ഡിവൈഡഡ് ബൈ N1 വാസ് 4, പ്ലസ് T2 സ്ക്വയർ കിട്ടിയിരിക്കുന്നത് 11 ആണ്. 11 സ്ക്വയർ ഡിവൈഡഡ് ബൈ 3 ആൻഡ് പ്ലസ് 34 സ്ക്വയർ ആണ് T3. 34 ആണ് T3. അപ്പോൾ 34 സ്ക്വയർ ഡിവൈഡഡ് ബൈ 5 മൈനസ് അവർ കറക്ഷൻ ഫാക്ടർ ദറ്റ് ഈസ് 310.08. അത് ചെയ്തപ്പം കിട്ടുന്ന ആൻസർ SST ഈസ് ഈക്വൽ ടു 25.45. ഇതാണ് സം ഓഫ് സ്ക്വയർ ഡ്യൂ ടു ട്രീറ്റ്മെൻറ്റ്. ദെൻ വി ഹാവ് SSE, സം ഓഫ് സ്ക്വയർ ഡ്യൂ ടു ഇറേഴ്സ്, വിച്ച് ഇസ് TSS മൈനസ് SST. ദറ്റ് ഈസ് 34.92 മൈനസ് 25.45. ഇതാണ് കിട്ടുന്നത്. ആൻഡ് ദ ആൻസർ ഇസ് ഈക്വൽ ടു 9.47. ഇപ്പോൾ നമുക്ക് സം ഓഫ് സ്ക്വയറുകളൊക്കെ കിട്ടിക്കഴിഞ്ഞു. അടുത്തത് നമ്മൾ മീൻ സം ഓഫ് സ്ക്വയേഴ്സാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ മീൻ സം ഓഫ് സ്ക്വയറിൽ ആദ്യം കാണാൻ പോകുന്നത് മീൻ സം ഓഫ് സ്ക്വയേഴ്സ് ഡ്യൂ ടു ട്രീറ്റ്മെൻറ്റ്, MST ആണ്. MST കാണുക എന്ന് പറഞ്ഞാൽ SST ഡിവൈഡഡ് ബൈ ട്രീറ്റ്മെൻറ്റിൻ്റെ സം ഓഫ് സ്ക്വയർ ആണ്, ഡിവൈഡഡ് ബൈ ഇറ്റ്സ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം വിച്ച് ഇസ് K minus 1. ദാറ്റ് ഈസ് SST ഈസ് 24.45 ഡിവൈഡഡ് ബൈ K എന്ന് പറഞ്ഞാൽ 3 ആണ്, 3 minus 1. അപ്പോൾ ഇത് ചെയ്യുമ്പം നമുക്ക് കിട്ടുന്നത് 12.725. ഓക്കെ. ദെൻ വി ഹാവ് MSE, മീൻ സം ഓഫ് സ്ക്വയേഴ്സ് ഡ്യൂ ടു ഇറേഴ്സ്, which is equal to SSE, sum of squares due to error, by error degree of freedom, which is n minus k. അപ്പോൾ the answer is SSE എന്ന് പറയുന്നത് 9.47 ആണ്, ഡിവൈഡഡ് ബൈ n minus k, that is 12 minus k is 3. അപ്പം 9.47 ഡിവൈഡ് ബൈ 9 വരും. സോ ദ ആൻസർ ഈസ് 1.052. അപ്പോൾ ഇത്തരം മീൻ സം ഓഫ് സ്ക്വയർ ഓഫ് ഇറേഴ്സും നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനിയാണ് നമ്മൾ എഫ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നമ്മൾ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് എഫ് ആണ് നമ്മൾ അടുത്തതായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എഫ് ഈസ് ഈക്വൽ ടു MST ഡിവൈഡഡ് ബൈ MSE ആണ്. ദാറ്റ് ഈസ് 12.725 ഡിവൈഡഡ് ബൈ 1.052. ഇതാണ് എഫ് കിട്ടുന്നത്. അപ്പോൾ എഫ് ഇസ് ഈക്വൽ ടു
12.096. ഇതാണ് നമ്മൾ കാൽക്കുലേറ്റഡ് വാല്യൂ. എഫിൻ്റെ കാൽക്കുലേറ്റഡ് വാല്യൂ ഈസ് 12.096. ഇനി അടുത്തതായിട്ട് നമുക്ക് ബെസ്റ്റ് ക്രിട്ടിക്കൽ റീജൻ എന്താണെന്ന് എഴുതാം. ബെസ്റ്റ് ക്രിട്ടിക്കൽ റീജൻ ഈസ് എഫ് ഗ്രേറ്റർ ദാൻ എഫ് ആൽഫ. ഇവിടെ നമ്മൾ എഫ് ആൽഫ എന്ന് പറയുന്ന ടേബിൾ വാല്യൂ നമ്മൾ ആൽഫ പെർസെൻറ്റേജ് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ആൻഡ് കണ്ടുപിടിക്കേണ്ട ഡിഗ്രി ഓഫ് ഫ്രീഡം ട്രീറ്റ്മെൻറ്റ് K-1 ഇൻറ്റു K-1, N-K ഡിഗ്രി ഓഫ് ഫ്രീഡത്തിലാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ ഈ കേസിൽ ഞാൻ ആൽഫ 5% ആണ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. ആൻഡ് K-1 എന്ന് പറഞ്ഞാൽ 3-1 2ഉം N-K എന്ന് പറഞ്ഞാൽ 9ഉം. ഇതിലാണ് ഞാൻ എഫ് ടേബിൾസ് നോക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എഫ് ടേബിൾ നോക്കുകയാണ്. അപ്പോൾ എഫ് ടേബിളിൽ N1 എന്ന് പറയുന്നത് ഞാൻ നോക്കേണ്ടത് 2വിലും മറ്റേത് ഇതിലാണ് നോക്കേണ്ടത് 9ലുമാണ് നോക്കേണ്ടത്. അപ്പോൾ 2വിലും 9ലും നോക്കുമ്പം നമുക്ക് കിട്ടുന്ന ടേബിൾ വാല്യൂ എന്ന് പറഞ്ഞാൽ 4.26 ആണ് നമുക്ക് കിട്ടുന്ന ടേബിൾ വാല്യൂ. അപ്പോൾ സോ വി ക്യാൻ റൈറ്റ് ദ ടേബിൾ വാല്യൂ ഈസ് 4.96. അപ്പോൾ ക്രിട്ടിക്കൽ റീജൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ 4.96-നെക്കാട്ടും കൂടുതൽ വാല്യൂസ് വരികയാണെങ്കിൽ ദാറ്റ് വിൽ ബി അവർ ക്രിട്ടിക്കൽ റീജൻ. അതിൻ്റെ ഇപ്പുറത്താണ് വാല്യൂ വരുന്നതെങ്കിൽ ദാറ്റ് ഈസ് ആക്സെപ്റ്റൻസ് റീജൻ അല്ലേ. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന എഫ് വാല്യൂ കാൽക്കുലേറ്റഡ് വാല്യൂ ഈസ് 12.096. അതെവിടെയാണ് കിടക്കുന്നത്? ക്രിട്ടിക്കൽ റീജനിലാണ്. സോ വി വിൽ റിജക്റ്റ് H0. നമ്മൾ എന്താ ചെയ്യുന്നത്? H0നെ നമ്മൾ റിജക്റ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അതായത് H0നെ റിജക്റ്റ് ചെയ്താൽ നമുക്ക് പറയാം ദ ട്രീറ്റ്മെൻറ്റ് മീൻസ് ആർ നോട്ട് ഈക്വൽ. ട്രീറ്റ്മെൻറ്റ് മീനുകൾ തുല്യമല്ല എന്ന് നമുക്ക് പറയാം. അതായത് നമ്മൾ ട്രീറ്റ്മെൻറ്റ് മീനുകൾ μ1 = μ2 = μ3 ആണ്. അപ്പോൾ ഇവർ തുല്യമല്ല എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ μ1 വിൽ ബി നോട്ട് ഈക്വൽ ടു μ2 ആയിരിക്കാം, ചിലപ്പോൾ μ1 നോട്ട് ഈക്വൽ ടു μ3 ആയിരിക്കാം, ചിലപ്പോൾ μ2 നോട്ട് ഈക്വൽ ടു μ3 ആയിരിക്കാം. അപ്പോൾ ഏത് പെയേഴ്സാണ് സിഗ്നിഫിക്കൻ്റ് ആയിട്ട് ഡിഫറെൻ്റ് ആയിരിക്കുന്നത് എന്നുകൂടി നമ്മൾ കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ക്രിട്ടിക്കൽ ഡിഫറൻസ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമ്മൾ ക്രിട്ടിക്കൽ ഡിഫറൻസ് ആണ് അടുത്തതായിട്ട് കാണാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം. ഇപ്പോൾ നമ്മൾ ആദ്യം ക്രിട്ടിക്കൽ ഡിഫറൻസിനുള്ള ഫോർമുല എഴുതാം. ഇപ്പോൾ ക്രിട്ടിക്കൽ ഡിഫറൻസ് ബിറ്റ്വീൻ ഐ ആൻഡ് ജെയ്ത്ത് ട്രീറ്റ്മെൻറ്റുകൾ കാണാനുള്ള ഫോർമുല നമുക്കറിയാം. ദാറ്റ് ഈസ് ഈക്വൽ ടു √MSE ഇൻറ്റു 1/NI ഇൻറ്റു പ്ലസ് 1/NJ പ്ലസ് ആണ് 1/NI പ്ലസ് 1/NJ ഇൻറ്റു നമ്മൾ ചെയ്യേണ്ടത് ടി എന്ന് പറയുന്ന ഒരു ടേബിൾ വാല്യൂ കാണണം വിത്ത് N-K ഡിഗ്രീസ് ഓഫ് ഫ്രീഡം വിച്ച് ഇസ് ദ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഓഫ് ദി ഇറർ. അപ്പോൾ ഇതാണ് നമ്മൾ കാണേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യം 1ഉം 2ഉം അതായത് μ1ഉം μ2ഉം തമ്മിലുള്ള ക്രിട്ടിക്കൽ ഡിഫറൻസ് ആണ് കാണുന്നത്. അപ്പോൾ ക്രിട്ടിക്കൽ ഡിഫറൻസ് ബിറ്റ്വീൻ 1 and 2 ആണ് നമ്മൾ കാണാൻ പോകുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു √MSE. MSE നമ്മൾ എല്ലാത്തിനും സെയിം തന്നെയാണ്. നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടിയ MSE എന്ന് പറഞ്ഞാൽ 1.052 ആണ്. അപ്പോൾ 1ഉം 2 ആയതുകൊണ്ട് 1/N1 ആണ് വേണ്ടത്. അപ്പോൾ N1 എന്ന് പറഞ്ഞാൽ ഇവിടെ 4 ആണ്. അപ്പോൾ നമുക്ക് 1/4 പ്ലസ് 1/N2. N2 എന്ന് പറഞ്ഞാൽ 3 ആണ്. ദാറ്റ് ഇൻറ്റു ടേബിൾ വാല്യൂ കാണണം ടി N-K ആണ് നോക്കേണ്ടത്. N-K എന്ന് പറഞ്ഞാൽ 12 - 3 ദാറ്റ് ഈസ് 9. അതായത് ടി എന്ന് പറഞ്ഞത് 9 ഡിഗ്രി ഓഫ് ഫ്രീഡത്തിലും ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് നമ്മൾ നോക്കേണ്ടത് 0.05ലാണ്. അത് നമ്മൾ ഓൾറെഡി ഫിക്സ് ചെയ്ത് വെച്ചാൽ അതിൽ നോക്കിയിട്ട് ഈ ടേബിൾ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ദിസ് ഈസ് ഈക്വൽ ടു ഇത് ചെയ്യുമ്പം നമുക്ക് കിട്ടാൻ പോകുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ ടിയുടെ വാല്യൂ ടേബിളിൽ നമ്മൾ ടി ടേബിൾസിൽ നമുക്ക് നോക്കാം. അപ്പോൾ ടി ടേബിളിൽ നമ്മൾ 0.05ലാണ് നോക്കേണ്ടത്. അതിൽ 9 ഡിഗ്രി ഓഫ് ഫ്രീഡത്തിലാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 2.262 എന്ന് പറയുന്ന ടേബിൾ വാല്യൂ ആണ്. അപ്പോൾ ഇവിടെ ഞാൻ എന്ത് ചെയ്യണം? ഇതിനെ 2.262 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് എനിക്ക് ഫൈനലായിട്ട് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 1.77 എന്നാണ് ക്രിട്ടിക്കൽ ഡിഫറൻസ് കിട്ടിയത് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് വാല്യൂസ്, സെക്കൻഡ് ട്രീറ്റ്മെൻറ്റുകൾ തമ്മിൽ.
ഇനി ഞാൻ കാണേണ്ടത് മോഡുലസ് ഓഫ് x1 ബാർ മൈനസ് x2 ബാർ ആണ്. നമ്മൾ അതിന് വേണ്ടിയിട്ട് x1 ബാറും x2 ബാറും കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാത്തിൻ്റെയും മീനുകൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. x1 ബാർ 4 ആണ്, x2 ബാർ 3.64 ആണ്, x3 ബാർ 6.8. അപ്പോൾ ഇതെല്ലാം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇവിടെ അത് കൊടുക്കുകയാണ്. അപ്പോൾ ദിസ് ഈസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് 4 മൈനസ് 3.67 ആൻഡ് ദ ആൻസർ ഇസ് 0.33. അപ്പോൾ ഈ ഡിഫറൻസ് കിട്ടിയത് 0.33 ആണ്. അപ്പോൾ നമുക്ക് പറയാം മോഡുലസ് ഓഫ് x1 ബാർ മൈനസ് x2 ബാർ ഇസ് ലെസ് ദാൻ അവർ ക്രിട്ടിക്കൽ ഡിഫറൻസ്. ഈ കേസിൽ 1ഉം 2ൻ്റെയും കേസിൽ മോഡുലസ് ഓഫ് x1 ബാർ മൈനസ് x2 ബാർ ഇസ് ലെസ് ദാൻ ക്രിട്ടിക്കൽ ഡിഫറൻസ്. അപ്പോൾ അവർ സിഗ്നിഫിക്കൻ്റ്ലി ഡിഫറെൻ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഇത് സിഗ്നിഫിക്കൻ്റ്ലി ഡിഫറെൻ്റ് അല്ല. ഇനി നമുക്ക് അടുത്ത പെയർ നോക്കാം. അപ്പോൾ ഞാൻ അടുത്തത് 1ഉം 3യുമാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ അവരുടെ ക്രിട്ടിക്കൽ ഡിഫറൻസ് ആണ് കാണുന്നത്. 1ഉം 3യും തമ്മിലുള്ള ക്രിട്ടിക്കൽ ഡിഫറൻസ് കാണുമ്പോൾ റൂട്ട് ഓഫ് MSE വിച്ച് ഇസ് സെയിം ആസ് 1.052 ഇൻറ്റു 1/n1 ദറ്റ് ഈസ് 1/4 പ്ലസ് 1/n3 ദറ്റ് ഈസ് 1/5 ഇൻറ്റു അവർ T9 അത് സെയിം തന്നെയാണ് അല്ലേ. അതായത് 2.262 തന്നെയാണ് അവിടെയും ചെയ്യേണ്ടത്. അങ്ങനെ ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പം നമുക്ക് ഇവിടെ കിട്ടാൻ പോകുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ 1.55 ആണ്. ദിസ് ഈസ് 1.55 ആണ് ഇതിൻ്റെ ക്രിട്ടിക്കൽ ഡിഫറൻസ് കിട്ടുന്നത്. ഇനി നമുക്ക് മോഡുലസ് ഓഫ് x1 ബാർ മൈനസ് x3 ബാർ കാണാം. ദാറ്റ് ഈസ് മോഡുലസ് ഓഫ് 4 മൈനസ് 6.8. അപ്പോൾ ഡിഫറൻസ് മാത്രം മതി മോഡുലസ് ആയതുകൊണ്ട്. അപ്പം 2.8 എന്ന് കിട്ടി അല്ലേ. ഇനി നമ്മളുടെ ക്രിട്ടിക്കൽ ഡിഫറൻസ് എന്താണ്? 1.55 ആണ്. അപ്പോൾ ഇവിടെ x1 ബാർ മോഡുലസ് ഓഫ് x1 ബാർ മൈനസ് x3 ബാർ ഈസ് ഗ്രേറ്റർ ദാൻ ദ ക്രിട്ടിക്കൽ ഡിഫറൻസ്. അപ്പോൾ സോ 1 and 2 അതായത് μ1 ആൻഡ് μ3 ആർ സിഗ്നിഫിക്കൻ്റ്ലി ഡിഫറെൻ്റ് എന്ന് കിട്ടി. അതേപോലെ നമ്മൾ 1ഉം 4ഉം തമ്മിലുള്ള ക്രിട്ടിക്കൽ ഡിഫറൻസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് കിട്ടാൻ പോകുന്നത് ദാറ്റ് ഈസ് റൂട്ട് ഓഫ് 1.052 ഇൻറ്റു 1ഉം 4 അല്ല 2ഉം 3 ആണ് 2ഉം 3 ആണുള്ളത്. 2ഉം 3യും തമ്മിലുള്ളത് കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് 1/n2 ദാറ്റ് ഈസ് 1/3 പ്ലസ് 1/n3 1/5 ഇൻറ്റു T9 which is 2.262. അത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്ന ആൻസർ എന്ന് പറഞ്ഞാൽ 1.69 ആണ്. Now what is modulus of x2 bar minus x3 bar? ഇതാണ് നോക്കുന്നത്. അപ്പോൾ ദാറ്റ് ഈസ് 3.67 മൈനസ് 6.8 ആണ് എൻ്റെ മോഡുലസ് വാല്യൂ ആണ് വിച്ച് ഇസ് ഈക്വൽ ടു 3.13. അപ്പോൾ ഇവിടെ നോക്കൂ മോഡുലസ് ഓഫ് x2 ബാർ മൈനസ് x3 ബാർ കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടിയിരിക്കുന്ന വാല്യൂ ഇസ് ഗ്രേറ്റർ ദാൻ ദി ക്രിട്ടിക്കൽ ഡിഫറൻസ്. അപ്പോൾ നമുക്ക് പറയാം 2 and 3 അതായത് μ2 and μ3 ആർ ഓൾസോ സിഗ്നിഫിക്കൻ്റ്ലി ഡിഫറെൻറ്റ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ക്രിട്ടിക്കൽ ഡിഫറൻസുകൾ കണ്ടുപിടിക്കുന്നത്. ഇനി അടുത്തതായിട്ട് നമുക്ക് ക്രിട്ടിക്കൽ ഡിഫറൻസ് ഇൻ 2-way അനോവയുടെ ഫോർമുല എന്താ നോക്കാം. അപ്പോൾ ഇവിടെ ക്രിട്ടിക്കൽ ഡിഫറൻസ് നമുക്ക് റോസും ഉണ്ട് കോളംസും ഉണ്ട്. അപ്പോൾ ക്രിട്ടിക്കൽ ഡിഫറൻസ് കാണാനുള്ള ഫോർമുല റൂട്ട് ഓഫ് MSE ഇൻറ്റു 1/r പ്ലസ് 1/r ഇൻറ്റു T അതിൻ്റെ അവിടെയുള്ള ഇറർ ഡിഗ്രി ഓഫ് ഫ്രീഡം അതായത് 2-way അനോവയിലുള്ള ഇറർ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറഞ്ഞാൽ r-1 ഇൻറ്റു c-1 ആണ്. അല്ലെങ്കിൽ ദിസ് ക്യാൻ ഓൾസോ ബി റിട്ടൺ ആസ് ഇവിടെ 1/r പ്ലസ് 1/r എന്ന് പറഞ്ഞാൽ നമുക്ക് 2/r എന്ന് പറയാം. ഓർ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് റൂട്ട് ഓഫ് 2 ഇൻറ്റു MSE ഡിവൈഡഡ് ബൈ r ഇൻറ്റു T(r-1) ഇൻറ്റു c-1. അതേമാതിരി കോളത്തിൻ്റെ കേസ് വരുമ്പം ക്രിട്ടിക്കൽ ഡിഫറൻസ് ഇസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് MSE ഇൻറ്റു 1/c പ്ലസ് 1/c ഇൻറ്റു T(r-1) ഇൻറ്റു c-1 ഓർ CD ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2 MSE ഡിവൈഡഡ് ബൈ c ഇൻറ്റു T(r-1) ഇൻറ്റു c-1.